ഇന്ന് നമ്മൾ വെള്ളം കത്തിക്കാനായിട്ട് പോവാണ്. വെള്ളം കത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ പ്രോപ്പർട്ടി ഒന്ന് മാറ്റണം, ലിക്വിഡ് ടു ഗ്യാസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ടുള്ള എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്യുപ്മെന്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്യൂർ വാട്ടറാണ്. ഇത് നമുക്ക് ബബ്ലറിൽ പ്യൂർ വാട്ടർ നമുക്ക് നിറയ്ക്കാം. നമ്മുടെ ഈ ട്യൂബ് ഡിപ്പ് ചെയ്യാൻ പാകത്തിന് നമ്മൾ വാട്ടർ നിറച്ചിട്ടുണ്ട്. നമ്മൾ കാറ്റലിസ്റ്റ് നമ്മുടെ രാസപ്രവർത്തനം ഒന്ന് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിൽ ഒരു 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്യാസ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിൽ വെച്ചിട്ടൊന്ന് നോക്കാം. ഇത് നമ്മൾ കത്തുന്ന വാതകമാണ്. അപ്പോൾ ഈ ഗ്യാസാണ് നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സോപ്പുകൾ എടുക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കിയെടുത്ത ഗ്യാസ് ഒരു സോപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് നമ്മളതിനെ ബബിൾസ് ആക്കി, എന്നിട്ട് ഇതിനെ ഒന്ന് കത്തിച്ച് നോക്കാം. നമ്മുടെ ഗ്യാസിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഒരിക്കലും കുട്ടികൾ അനുകരിക്കരുത്. കാരണം ഇതിൻ്റെ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈലി എക്സ്പ്ലോസീവ് ഗ്യാസാണ്. ഇതൊരു ക്ലോസ്ഡ് ചേമ്പറിൽ നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബോംബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വളരെ അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഹൈഡ്രജനും ഓക്സിജനായിട്ടുള്ള ഒരു മിക്സാണ് ഈ ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തത് മൈലേജ് ബൂസ്റ്ററായിട്ടാണ്, വണ്ടിയുടെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മെഷീൻ ഏകദേശം ഒരു 6 വർഷം പഴക്കമുണ്ട്. അതിൻ്റെ ഇന്നർ പ്ലേറ്റ് എല്ലാം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അക്രലിക് ഷീറ്റ്, റബ്ബറിൻ്റെ കോമ്പൗണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ലോങ് ലാസ്റ്റിങ് സംഭവമാണ്. ഏതായാലും ഇത് നമ്മുടെ ആദ്യത്തെ മെഷീനല്ല, ഇതിനു മുമ്പ് ഒരു 4 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മെഷീൻ കംപ്ലീറ്റ്ലി ഫ്ലോപ്പായിരുന്നു. പിന്നെ രണ്ടാമത് കുറച്ചുകൂടി ബെറ്ററായിട്ട്. അപ്പോൾ ഒത്തിരി പൈസ ഇതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമയം പോയിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റി. കുറേ പേര് കളിയാക്കി, പക്ഷെ നമ്മൾ തോക്കാനായിട്ട് നിന്നോർത്തില്ല, വീണ്ടും ചെയ്തു, സംഭവം സക്സസ് ആയി. ഇതിൻ്റെ കുറച്ച് ബാക്കി പത്രങ്ങളുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മെഷീനും പിന്നെ അതിൻ്റെ പാർട്സുകളും ബാക്കി മെഷീന് പാർട്സുകളൊക്കെയാണിത്. ഇത് സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ല, ഇലക്ട്രോലൈസിസ് എന്ന പ്രോസസ്സിനെ നമ്മളൊരു മെഷീനാക്കി ഡെവലപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോകളിലായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ സുരാജ്, ബൈ.